എനിക്ക് നല്ല മടിയുള്ള ദിവസം പുഴുങ്ങിയ മുട്ടയും പഴമായിരിക്കും ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന്. അങ്ങനെ മുട്ടയും പഴവും കഴിച്ചിട്ട് നടക്കാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ ഇനി ഉച്ചയ്ക്ക് ഇതിലും ഈസി ആയിട്ട് എന്തുണ്ടാക്കാം എന്നിങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ വെറും പച്ചവെള്ളം കുടിച്ചിട്ട് ഡയറ്റാന്ന് വിചാരിച്ചിട്ട് ഞാൻ കിടന്നേനെ. പക്ഷേ കുഞ്ഞുങ്ങളുള്ളപ്പോൾ നമുക്കത് നടക്കില്ലല്ലോ. അങ്ങനെ കുറച്ചും കൂടി ഈസി ആയിട്ട് എന്തുണ്ടാക്കാമെന്ന് ആലോചിച്ചപ്പോൾ സോയാബീൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ബിരിയാണി ആണെങ്കിൽ കുഞ്ഞുങ്ങൾക്കും ഭയങ്കര ഇഷ്ടമാണ്. അവർ കഴിക്കും. പിന്നെ പ്രോട്ടീൻ റിച്ച് ആണല്ലോ നമ്മുടെ സോയാബീൻ. അങ്ങനെ കുക്കറിൽ വെളിച്ചെണ്ണയും നെയ്യും ചേർത്ത് അതിൽ സ്പൈസസ് ഇട്ട് ഉള്ളി വാട്ടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുമ്പോൾ കുറച്ച് പെരിഞ്ചീരകം കൂടി ചേർക്കും. പിന്നെ തക്കാളി വാട്ടി പിന്നെ അതിൽ ഞാൻ കുറച്ച് ഗ്രീൻ പീസും കൂടി ഇട്ട് കൊടുക്കും. ഇപ്പോൾ ബിരിയാണി ആയതുകൊണ്ട് അതിൽ എന്തിട്ടാലും അവരത് അങ്ങനെ കഴിക്കും. അപ്പോൾ പിന്നെ കുറച്ച് ഗ്രീൻ പീസൊക്കെ ഇട്ടു. പിന്നെ പച്ചക്കറികളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഇടാം. പിന്നെ പൊടികൾ മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഇട്ടു. വേവിച്ച് വെച്ച സോയാബീൻ ഇട്ടു. പിന്നെ ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിൽ വെള്ളം ഒഴിച്ച് പിന്നെ അത് വെള്ളം തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അരി ഇട്ട് കൊടുക്കാം. പിന്നെ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ ഇതിൻ്റെ ആവിയൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുറന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് വേവിൽ കിട്ടും. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് ഈ സമയത്ത് കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യായിരിക്കും എന്ന്. കുഞ്ഞുങ്ങൾ ഇതൊക്കെയായിരിക്കും എൻ്റെ കണ്ണെത്തുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും അവരിങ്ങനെ കളിക്കും വെള്ളത്തിലും മണ്ണിലൊക്കെ. പിന്നെ അവൻ്റെ കയ്യിലിരിക്കുന്ന ഈ സാധനം എന്താണെന്ന് അവനോട് ചോദിച്ചപ്പോൾ അവനും അറിയില്ല. ഇതെന്താ സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ല. ഇതെന്താന്ന് ചോദിക്കുമ്പോൾ പഴം എന്നൊക്കെയാണ് അവൻ പറയുന്നത്. അങ്ങനെ കുക്കർ തുറന്ന് നോക്കിയപ്പോൾ കറക്റ്റ് വേവിൽ നമുക്ക് ബിരിയാണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് അടിപൊളിയാവും. കുഞ്ഞുങ്ങൾക്കും ഇത് കഴിക്കാൻ വലിയ മടിയൊന്നും ഉണ്ടാവില്ല.